ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ ബ്രസീലിയൻ ലീഗ് മത്സരത്തിൽ സാന്റോസ് 1-നെതിരെ 2 ഗോളുകൾക്കാണ് ഇന്റർനാസിയോണലിനോട് പരാജയപ്പെട്ടത്. മത്സരത്തിൽ നെയ്മർ മികച്ച പ്രകടനം പുറത്തെടുത്തിരുന്നു. പക്ഷേ നെയ്മറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിവാദങ്ങളൊക്കെ സംഭവിച്ചു. ഒരു ആരാധകനുമായി നെയ്മർ തർക്കിച്ചു. പിന്നീട് ആ ആരാധകൻ നെയ്മറോട് മാപ്പ് പറഞ്ഞു. അതിന് പിന്നാലെ നെയ്മർ ജൂനിയറും ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇറക്കിയിട്ടുണ്ട്. ഏതായാലും ഇതിന് പിന്നാലെ പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് സാന്റോസിന്റെ അടുത്ത മത്സരത്തിലെ എതിരാളികൾ അത് സ്പോർട്ട് റെസിഫെ എന്ന ക്ലബ്ബാണ്. ജൂലൈ 27 പുലർച്ചെ ഇന്ത്യൻ സമയം 3 മണിക്കാണ് ഈ ഒരു മത്സരം നടക്കുക. സ്പോർട്ടിന്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം അരങ്ങേറുക. ഈ മത്സരത്തിൽ നെയ്മർ ജൂനിയറെ പ്രകോപിപ്പിക്കാൻ സ്പോർട്ടിന്റെ ആരാധകർ ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നെയ്മറുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു കയറിക്കൊണ്ടുള്ള ഒരു പ്രകോപനമാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതായത് നെയ്മറുടെ മുൻ കാമുകിയായ ബ്രൂണ മാർക്കിസിനെയുടെ മാസ്കുകൾ ഇവർ തയ്യാറാക്കിയിട്ടുണ്ട്. എന്നിട്ട് ആ മാസ്ക് ധരിച്ചുകൊണ്ടായിരിക്കും സ്പോർട്ടിന്റെ ആരാധകർ സ്റ്റേഡിയത്തിൽ ഉണ്ടാവുക. അങ്ങനെ നെയ്മർ ജൂനിയറെ പ്രകോപിപ്പിക്കാം എന്നാണ് ഇവർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതായത് നെയ്മറുടെ മുൻ കാമുകിയെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രകോപനമാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. ഏതായാലും സാന്റോസിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രകോപനങ്ങളിൽ ഒന്നും വീഴാൻ പാടില്ല. നെയ്മർ പ്രകോപനങ്ങളിൽ വീഴാൻ പാടില്ല. മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് തന്റെ ക്ലബിന് ഒരു വിജയം അദ്ദേഹം നേടിക്കൊടുക്കേണ്ടതുണ്ട്. കഴിഞ്ഞ മത്സരത്തിന്റെ അവസാനത്തിൽ നെയ്മർ ഒരു കിടിലൻ ഗോൾ നേടിയിരുന്നു. പക്ഷേ റഫറി ആ ഗോൾ നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.